അടുത്ത സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗോസ്റ്റ് റോളിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കടുത്ത മത്സരമായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ യക്ഷി, പ്രേതം, ഭൂതം, മാടൻ, മറുത, ചാത്തൻ ഇവരുടെയൊക്കെ വിളയാട്ടാണല്ലോ. മലയാളത്തിൽ ഭാർഗവി നിലയത്തിൽ തുടങ്ങുന്നതാണ് ഒരു ഹൊറർ പാരമ്പര്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ നായകനായെത്തിയ DS വരെ എത്തി നിൽക്കുന്നു. എപ്പോഴും മലയാളി പ്രേക്ഷകർ ഈ ഹൊറർ മൂഡിലുള്ള ചിത്രങ്ങളോട് ഒരു ഇഷ്ടം കാണിച്ചിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ മുഖ്യവേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര വലിയ ഹിറ്റായിരുന്നു. പിന്നാലെ വന്ന സുമതി വളവ്, നൈറ്റ് റൈഡേഴ്സ്, DS ഇതെല്ലാം ഹൊറർ പാറ്റേണിൽ തന്നെയായിരുന്നു. ഹൊറർ സിനിമയാണെങ്കിലും അതിലൊക്കെ പരമാവധി വ്യത്യസ്തതകളൊക്കെ കൊണ്ടുവരാൻ ഈ സംവിധായകരൊക്കെ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇറങ്ങുന്ന ഓരോ ഹൊറർ സിനിമയിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. 1964 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം എന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ പിറവി. വിൻസെന്റ് ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. അതൊരു റൊമാൻറ്റിക് ഹൊറർ ചിത്രമായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ. ഒരുപാട് രാത്രികളിൽ ഒരുപാട് ആളുകളുടെ പേടി സ്വപ്നമായിരുന്നു ഈ ഭാർഗവി നിലയം. അത് കഴിഞ്ഞ് ഒരുപാട് ഹൊറർ സിനിമകൾ മലയാളി പ്രേക്ഷകരെ പേടിപ്പിച്ചും ചിലപ്പോഴൊക്കെ ചിരിപ്പിച്ചും ഒക്കെ വന്നു. ലിസ, കരിമ്പൂച്ച, കലിക, ശ്രീകൃഷ്ണ പരുന്ത്, യക്ഷി, പച്ചവെളിച്ചം, സീൻ നമ്പർ 7, വീണ്ടും ലിസ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഹൊറർ സിനിമകൾ പലതരത്തിലെത്തി. 60കളിലും 70കളിലും 80കളിലും 90കളിലും 2000-ലൊക്കെ ഹൊറർ സിനിമ എത്തി. അതായത് ഭാർഗവി നിലയം വന്ന 1964 മുതൽ ഇങ്ങോട്ട് മുടക്കമില്ലാതെ മലയാളത്തിൽ ഹൊറർ സിനിമകളുണ്ടായി. 1993 റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് ഹൊറർ വിഭാഗത്തിലാണെങ്കിലും അത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അത് വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകമാകുമെന്ന് അന്ന് സംവിധായകൻ ഫാസിൽ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് കാലം പിന്നീട് തെളിയിച്ചു. സണ്ണിയും ഗംഗയും നാഗവല്ലിയും നകുലനും ശ്രീദേവിയും ഒക്കെ എല്ലാ കാലഘട്ടത്തിലെ ആളുകൾക്കും പ്രിയപ്പെട്ടവരായിട്ട് മാറി. പിന്നീട് റിലീസ് ചെയ്തപ്പോഴും അത് വലിയ വിജയമായിരുന്നു. പക്ഷെ മണിച്ചിത്രത്താഴ് മുതൽ ഇങ്ങോട്ട് മലയാളത്തിലെ ഹൊറർ സിനിമകളിലെ വ്യത്യസ്തതകളും പുതുമകളും ഒക്കെ കൊണ്ടുവരാൻ ഇവിടുത്തെ എഴുത്തുകാരും സംവിധായകരും ഒക്കെ ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതുവരെ പിന്തുടർന്നുകൊണ്ട് വന്ന ശൈലികളെയൊക്കെ മാറ്റിയിട്ട് എങ്ങനെ പ്രേക്ഷകരെ പേടിപ്പിക്കാം, വ്യത്യസ്ത രീതിയിൽ പേടിപ്പിക്കാമെന്ന് ഇവിടുത്തെ എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പം യാതൊരു സാങ്കേതികവിദ്യകളുടെ സഹായം ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഭാർഗവിക്കുട്ടി പ്രേക്ഷകരെ പേടിപ്പിച്ചു. പിന്നീട് കാലം മുന്നോട്ട് കുതിച്ചപ്പം സാങ്കേതിക വിദ്യയുടെ എല്ലാ സൂത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് മലയാള സിനിമ പ്രേക്ഷകരെ ഭയത്തിന്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോയി. DTSും ഡോൾബിയും 3D ഒക്കെ വന്നതോടെ ഹൊറർ സിനിമയുടെ പാറ്റേൺ തന്നെ അങ്ങ് മാറി. വെറുതെ പേടിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ചിരിപ്പിക്കാൻ കൂടി പറ്റുന്ന ഹൊറർ കോമഡി ചിത്രങ്ങൾ മലയാള സിനിമയിൽ പരീക്ഷിക്കപ്പെട്ടു. പകൽപൂരവും ഇൻഗോസ്റ്റ് ഹൗസിനും ഒക്കെ ഇതുപോലെ ചിരിയും ഭയവും ഒക്കെ ഇടകലർത്തി വന്ന സിനിമകളാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ രോമാഞ്ചവും ആ ഗണത്തിൽ പിറന്ന സിനിമയായിരുന്നു. മോഡേൺ കാലത്തിന്റെ ഒരു പ്രേതകഥയായിരുന്നു ലോക. അതുവരെ നമ്മൾ കണ്ടു ശീലിച്ച പ്രേതകഥകളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ലോക പുതിയ കാലത്തിന്റെ ഒരു ഹൊറർ സിനിമയായി. യക്ഷിയാണെങ്കിലും പ്രേതാണെങ്കിലൊക്കെ അതിനും ഒരു മനസ്സുണ്ട്, ഒരു ഹൃദയമുണ്ട് എന്നൊക്കെ പുതിയ കാലത്തെ സംവിധായകരും എഴുത്തുകാരും ഒക്കെ കാണിച്ചു തന്നു. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആണെങ്കിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഭയത്തിന്റെ ഓരങ്ങളിലൂടെ കൊണ്ടുവന്നൊരു ക്യാരക്ടറായിരുന്നു. ഹൊറർ സിനിമകളിൽ ഇനിയും പരീക്ഷണങ്ങൾ നടക്കും. വയലൻസും കുത്തി നിറയ്ക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒന്നും ഇല്ലാതെ എങ്ങനെ ഹൊറർ സിനിമ ചെയ്യാമെന്ന് പുതിയ തലമുറ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ബിഗ് സ്ക്രീനിൽ ഇനിയും യക്ഷിയും പ്രേതവും ഭൂതവും ചാത്തനും മാടനും മറുതയും പിശാചുക്കളും ഒക്കെ നിറയും. പുതിയ കാലത്തെ മലയാള സിനിമയിലെ പ്രേതങ്ങൾ വെറുതെ രക്തദാഹികൾ മാത്രമല്ല, കാര്യകാരണങ്ങളില്ലാതെ അവരാരെയും കൊല്ലാറുമില്ല. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അത് കേൾക്കാൻ നമ്മൾ ഇനിയും കാതോർക്കേണ്ടി വരും.